കൊല്ലം കളക്ടറേറ്റിൽ വീണ്ടും ബോംബ് ഭീഷണി. ഇമെയിൽ സന്ദേശം പരിഭ്രാന്തി പരത്തി. നമസ്കാരം. കേരള ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. ശ്രീനിവാസൻ വധക്കേസിലെ PFI നേതാവ് NIA കസ്റ്റഡിയിലായപ്പോൾ അടിപിടി കേസിലെ പ്രതിയായ പോലീസ് അസോസിയേഷൻ ഭാരവാഹിക്കെതിരെ വകുപ്പുതല അന്വേഷണം തുടങ്ങി. അതിനിടെ മകളോടുള്ള മോശം പെരുമാറ്റ പരാതിയിൽ രാഹുലിനെതിരെ MV ഗോവിന്ദനും രംഗത്തെത്തി. തിരഞ്ഞെടുപ്പ് രംഗം അതിവേഗം ചൂടുപിടിക്കുകയാണ്. കാസർകോട് മതപരമായ പ്രചാരണത്തിന് ലീഗിനെതിരെ വിമർശനമുയരുമ്പോൾ പരപ്പനങ്ങാടി പിടിക്കാൻ LDF കച്ചമുറുക്കുന്നു. വയനാട്ടിൽ UDF സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ നിന്ന് ഭക്ഷ്യക്കിറ്റുകൾ പിടികൂടി. ഒരു സ്ഥാനാർത്ഥിയുടെ ഫോൺ ഹാക്ക് ചെയ്ത് 100-ലേറെ പേർക്ക് സന്ദേശം പോയതും വലിയ വാർത്തയായി. എന്നാൽ ഇടുക്കിയിൽ ഒരു കുടുംബം ബോർഡ് വെച്ചു, വോട്ട് ചോദിക്കാൻ തോട്ടിലൂടെ വന്നാൽ മതിയെന്ന്. പത്തനംതിട്ട ആവണിപ്പാറയിൽ 71 വോട്ടർമാർക്കായി ആദ്യമായി പോളിംഗ് ബൂത്തും ഒരുങ്ങി. ഡിസംബറിലെ ക്ഷേമ പെൻഷൻ 15 മുതൽ നൽകും. ശബരിമലയിൽ പടിപൂജയ്ക്ക് 2040 വരെ ബുക്കിംഗ് കഴിഞ്ഞു. കോട്ടയം ജയിലിലെ ചിരട്ടകൾ വിട്ട് കാശാക്കാൻ തീരുമാനം. അനധികൃത മീൻചാപ്പകൾക്കെതിരെ കർശന നടപടിയും വരുന്നു. അതേസമയം ക്ഷേത്രങ്ങളിൽ ബൗൺസർമാരെ പോലുള്ളവരെ നിയമിക്കരുതെന്ന് ഹൈക്കോടതി കർശന നിർദ്ദേശം നൽകി. പാലക്കാട് സ്മാർട്ട് സിറ്റി ഭൂമിയെടുപ്പിൽ റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടന്നതായി ചെന്നിത്തല ആരോപിച്ചു. കണ്ണൂരിൽ പഴശ്ശി സാഗർ പദ്ധതി 8 വർഷമായിട്ടും പാതിവഴിയിലാണ്. SIR എന്യൂമറേഷൻ ഫോം സമർപ്പിക്കാനുള്ളത് 1 ലക്ഷത്തിലേറെ പേരാണ്. ഈ ന്യൂസുകളിൽ നിങ്ങൾക്കെന്തു തോന്നി? കമന്റ് ചെയ്യൂ. ശുഭദിനം.